ഹലോ നമസ്കാരം, എന്തുണ്ട് വിശേഷം? സുഖല്ലേ? ഇന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. 2025 പ്രഡിക്ഷൻ വീഡിയോ ആണ്. ഒരുപാട് പേര് ചോദിച്ച ഒരു വീഡിയോ കൂടിയാണ്. എന്തായാലും നമ്മൾ 31 സാധാരണ ഇറക്കുക, അതുപോലെ ഈ പ്രാവശ്യം 31 തന്നെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ 3 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ 2 വീഡിയോ ഇറക്കണം എന്നൊക്കെ കരുതിയാണ്, ഒരു വീഡിയോ ആക്കിയിട്ടാണ് ഞാൻ ഇറക്കാമെന്ന് കരുതി. അപ്പോൾ ആദ്യ ഭാഗം ഞാൻ 2024 കുറിച്ചിട്ടുള്ള പ്രഡിക്ഷൻ, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. പിന്നെ 2025 കുറിച്ചിട്ടുള്ള പ്രഡിക്ഷനാണ്. പിന്നെ നിങ്ങളുടെ വ്യക്തിഗത പ്രഡിക്ഷൻ, ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ചിട്ടുള്ള പ്രഡിക്ഷൻ. അങ്ങനെ ഈ വീഡിയോക്ക് 3 ഭാഗങ്ങളാണ്. ഒരു കാര്യം പറയാം, പിന്നെ ന്യൂമറോളജി ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ന്യൂമറോളജിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ന്യൂമറോളജി, ഒരു ന്യൂമറോളജിസ്റ്റായി മാറണം, മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നോക്കി പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു സഹായം നൽകാൻ നിങ്ങൾക്ക് സാധിക്കുന്ന വിധത്തിൽ ഒരു ന്യൂമറോളജിസ്റ്റ് ആകുവാൻ വേണ്ടിയിട്ടുള്ള കോഴ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ജസ്റ്റ് കൺസൾട്ടേഷനേ വേണ്ടൂ, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് എത്രമാത്രം ലക്കിയസ്റ്റ് ആണ് മാത്രമേ അറിയണ്ടൂ എങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്കി നെയിം, ലക്കി ഡേയ്സ്, ലക്കി കളേഴ്സ്, ലക്കി ജെം സ്റ്റോൺ, രത്നക്കല്ലുകൾ, പിന്നെ കമ്പനി നെയിമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാം. പിന്നെ വെഹിക്കിൾ നമ്പർ, ലക്കി വെഹിക്കിൾ നമ്പർ കേട്ടോ, വാഹനങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള നമ്പർ എടുക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. അതുപോലെ മൊബൈൽ നമ്പർ, അൺലക്കി ഡേ, കാരണം ഈ അൺലക്കി ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമല്ലോ. അപ്പോൾ ഈ വക എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ന്യൂമറോളജി കൺസൾട്ടേഷനിലൂടെ കിട്ടും. തീർച്ചയായിട്ടും അതിലും ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ 2024 പ്രഡിക്ഷനെ കുറിച്ചിട്ട് ആദ്യം പറയാം. അല്ലെ, എല്ലാ വർഷവും പ്രഡിക്ഷൻ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ, അല്ലെ, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ 100% നടക്കാൻ സാധ്യതയില്ല, കാരണം ഭഗവാനല്ലേ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ന്യൂമറോളജി പ്രകാരം ഇത്രയും സാധ്യതയുണ്ട് ഇന്ന സംഭവങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, ഇനി പറയാൻ പോകുന്നതും. ഓക്കെ, അപ്പോൾ 2024 പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അതിലെന്തൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് ജസ്റ്റ് ഒരു ചെക്ക്. ഓക്കെ, മാസീവായിട്ടുള്ള വലിയ മാസീവ് ആക്ഷൻ, അതായത് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള തുടക്കം കുറിക്കുന്ന ഒരു കാര്യം. പിന്നെ പ്രാക്ടിക്കലാണ് ആദ്യം. അപ്പോൾ വലിയ പദ്ധതികൾക്ക് തുടക്കം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓരോരാളുടെ പേഴ്സണലി ഓരോരാൾക്കും വലിയ പദ്ധതികൾക്ക് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ടാവും കഴിഞ്ഞ വർഷം. അതുപോലെ ലോകത്തിന് സംഭവിച്ച SpaceX ഒക്കെ ചെയ്ത, അതായത് ബഹിരാകാശത്തേക്കൊക്കെ കൊണ്ടുപോയി തിരിച്ച് ഭൂമിയിൽ ഭംഗിയായി ഇറങ്ങാൻ പറ്റുമെന്ന് അല്ലേ എലോൺ മസ്കിന്റെ കമ്പനി തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മാറ്റമാണ്. ഒരുപക്ഷെ നമ്മുടെ തലമുറയിൽ പോലും അതിൻ്റെ അത്ര ഗുണം കിട്ടില്ലെങ്കിലും ഭാവിയിൽ വരാൻ പോകുന്ന ആൾക്കാർക്ക് ഒരുപാട് ഉപയോഗപ്രദമാകുന്ന പുതിയൊരു കണ്ടുപിടുത്തമാണ് അല്ലേ. ഏകദേശം 128ഓളം റോക്കറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം നിക്ഷേപിച്ചത്. അതിൻ്റെ വിജയനിരക്ക് എന്ന് പറഞ്ഞാൽ 99.2% വിജയനിരക്കാണ് ഇലോൺ മസ്കിനുള്ളത്. 3 സ്റ്റാർഷിപ്പ് ചെയ്തു. അങ്ങനെ ഒരു വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത് ലോകത്തിന് സംഭവിച്ച ഒരു കാര്യമാണ് പറഞ്ഞത്. അതുപോലെ ഓരോരാളുടെ വ്യക്തികൾക്കും നോക്കിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ധാതു ലവണങ്ങൾ, അതിന് വലിയ ഡിമാൻഡ് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വർണത്തിന് വില കൂടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ധാതു ലവണങ്ങൾക്കൊക്കെ വില കൂടുകയും അതിൻ്റെ വ്യാപാരം കഴിച്ചു വളരുകയും അത് ചെയ്യുന്നവർക്ക് വലിയ ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നമ്മൾ ന്യൂമറോളജി പ്രകാരം കാണുന്ന കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ടോ. തീർച്ചയായിട്ടും സ്വർണത്തിന് വലിയ നിലയിൽ വില കൂടുക തന്നെ ചെയ്യും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതിലൊക്കെ നിക്ഷേപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സമയമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം സ്വർണത്തിന്റെ വില 2023 ഡിസംബർ 31 24 ക്യാരറ്റ് ഗോൾഡിന് 1 പവന് 46,800 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. എങ്കിൽ ഇന്ന് അതേ സമയം കാണുന്നത് 62,200 ഏകദേശം 15,300 രൂപയാണ് അല്ലെ. ഇതുവരെ സ്വർണത്തിന്റെ നിരക്കിൽ കണ്ട ഏറ്റവും വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു കാര്യമായിരുന്നു. പിന്നെ ലോകത്തിലെ വലിയ സ്വർണ്ണ നിക്ഷേപം ചൈനയിൽ കണ്ടെത്തി. അതൊരു അത്ഭുതം തന്നെ അല്ലേ. ഇതിന്റെ മൂല്യം 7 ലക്ഷം
കോടി അല്ലേ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിലൊക്കെ ലോകത്തിലെ തന്നെ സമ്പദ്ഘടനയെ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അത്. പിന്നെ ഞാൻ കൺസ്ട്രക്ഷൻ വർദ്ധിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കാണുന്നത് അപ്പം അതിന് പൂർണ്ണമായിട്ടുള്ള കണക്ക് ആയിട്ടില്ല. കാരണം 2024 ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞിട്ടില്ല. ഇപ്പം December 13 ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് 11.2%, അതായത് ഇന്ത്യൻ റുപ്പീസ് 25,318 ബില്യൺ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ പകർച്ചവ്യാധികൾ വർദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിക്കും. എന്തായാലും അത്ര വരൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എങ്കിലും അതുപോലുള്ള കഷ്ടതകൾ ഉണ്ടാവാനുള്ള സാധ്യത. പകർച്ചവ്യാധി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു ഭീകരമായിട്ട് നിൽക്കുന്ന എനർജി തന്നെയാണ്. അപ്പോൾ പകർച്ചവ്യാധികൾ, പുതിയ പുതിയ വൈറസിൻ്റെ എൻട്രി, ഇതുപോലെയുള്ള ഒരു 8ന്റെ എനർജിയിലാണ് ആദ്യമായിട്ട് എയ്ഡ്സ് പോലെയൊക്കെയുള്ള ഇതൊക്കെ 8ന്റെ എനർജിയിൽ ജന്മമെടുത്ത വൈറസുകളാണ്. അപ്പോൾ ഭീകരമായിട്ടുള്ള വൈറസിൻ്റെതും ഒരു സാധ്യത വളരെ കൂടുതലാണ്. പകർച്ചവ്യാധികൾ, ഡെങ്കിപ്പനി, കോളറ, എംബോക്സ്, ഈ 3 രോഗങ്ങളും 2024 വലിയ നിരക്കിൽ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. 13,600-ലധികം ആൾക്കാർ ഇത് ബാധിച്ച് മരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഗവൺമെൻറ് പുറത്തുവിട്ട കണക്കുകളാണ്. അതുപോലെ ഡെങ്കിപ്പനി കേസുകളാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം വർദ്ധിച്ചത്. അത് 13.3 ദശലക്ഷം ആയി ഉയർന്നിട്ടുണ്ട്. പിന്നെ ചന്ദീപുര വൈറസ്, പിന്നെ മലേറിയ, അങ്ങനെ വൈറസിൻ്റെ കാര്യത്തിലും വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ശക്തമായ ജുഡീഷ്യറി നടപടികൾ ഉണ്ടാകും. അത് ഞാൻ ആദ്യം പറഞ്ഞു. അതുപോലെ ശക്തമായ ഒരു ജഡ്ജാണ് ശനീശ്വരൻ. ശനീശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റേത് ശരിയേത് എന്ന് കൃത്യമായിട്ട് നോക്കുന്ന ആളാണ്. തെറ്റ് കണ്ടാൽ 100% ശിക്ഷിക്കപ്പെടും എന്നത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. എത്ര വലിയ മന്ത്രിയാണെങ്കിൽ പോലും തീർച്ചയായിട്ടും മന്ത്രിമാരൊക്കെ എന്തെങ്കിലും കുറ്റമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കുറ്റമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷം ശിക്ഷിക്കപ്പെടും. അത് നമുക്ക് കാണാവുന്നതാണ്. അതായത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തവരെ ശിക്ഷിക്കുമോ എന്ന് ഞാൻ പറയുന്നത് അതാണ് ശനീശ്വരൻ്റെ എനർജി. ഈ വർഷം അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ പറ്റും. പിന്നെ ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും പറ്റില്ല കേട്ടോ. അത് ഭയങ്കര ട്രാപ്പായിട്ടുള്ള ഒരു എനർജിയാണ്. പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള സാധ്യത ഉണ്ട്. പുതിയ നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരാനുള്ള അവസ്ഥ ഉണ്ട് എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോടതിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 1000 വിധിന്യായങ്ങൾ സംഭവ ബഹുലമായിട്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിലത്തെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. ബിൽക്കിസ് ബാനു കുറ്റവാളികൾക്ക് അനുവദിച്ച ഇളവ് പിൻവലിച്ചു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഇലക്ട്രൽ ബോണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ അജ്ഞാതരിൽ നിന്ന് ഫണ്ട് ശേഖരിക്കുക ഉള്ളൊരു അനുവാദം ഉണ്ടായിരുന്നു. പക്ഷേ അതും നിരോധിച്ചു. അതായത് രാഷ്ട്രീയ പാർട്ടികൾ ആരുടെ അടുത്തു നിന്നെല്ലാം ഫണ്ടുകൾ ശേഖരിച്ചു, ഇതൊക്കെ പൊതുജനങ്ങൾക്ക് അറിയണം എന്ന് കോടതി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതൊക്കെ ഭയങ്കര വലിയ പ്രഖ്യാപനങ്ങളായിരുന്നു. പിന്നെ ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിന് ജാമ്യം കിട്ടി. അതൊരു ഭയങ്കരമായിട്ടുള്ള നിയമ നടപടി ആയിരുന്നു. നിയമങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ ഇപ്പോൾ ലാസ്റ്റിൽ ഈ 2019 നടന്ന February 17 കാസർഗോഡ് പെരിയയിൽ നടന്ന 2 യൂത്ത് കോൺഗ്രസ്സുകാരായ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കൊലപ്പെടുത്തിയ കേസിൽ മുൻ CPM MLA കുഞ്ഞിരാമൻ ഉൾപ്പെടെ 14 പേരാ കുറ്റക്കാരാണെന്നാണ് തെളിഞ്ഞിട്ടുള്ളത്. അതായത് ഈ വീഡിയോ ചെയ്യുന്നവരെ അത്രേ വന്നുള്ളൂ, എൻ്റെ വിധി വന്നിട്ടില്ല. അപ്പോൾ ശക്തമായ ജഡ്ജാണ് ശനീശ്വരൻ. തീർച്ചയായിട്ടും ഇതുപോലെ ഒട്ടേറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ മെയിൻ ആയിട്ടുള്ള മീഡിയാസിലൊക്കെ വന്ന കാര്യങ്ങളായതുകൊണ്ട് മാത്രമേ ഇത് പറയുന്നുള്ളൂ. ഇതല്ലാതെ കുറേ കാര്യങ്ങൾ മറ്റും ഉണ്ട്. പിന്നെ മന്ത്രിമാർ പോലും കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞത്, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു അല്ലേ 21 മാർച്ച് 2024. അപ്പോൾ കുറ്റങ്ങൾക്ക് കൃത്യമായ ശിക്ഷയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് ശനീശ്വരൻ്റെ ഒരു എനർജി ആയിരുന്നു. അത് നമുക്ക് ഒരു അത്ഭുതം പോലെ കഴിഞ്ഞ വർഷം കാണാൻ വേണ്ടി പറ്റി. പിന്നെ അടിസ്ഥാന സാധനങ്ങളുടെ വില കൂടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ പ്രത്യേകിച്ച് നിങ്ങളോട് പറയണ്ടല്ലോ അല്ലേ. നന്നായിട്ട് അടിസ്ഥാന സാധനങ്ങൾ പച്ചക്കറിക്കായിട്ടും പിന്നെ അരിക്കായിട്ടും എല്ലാറ്റിനും നന്നായിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ അടിസ്ഥാന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരുടെ സമ്പത്ത് തീർച്ചയായിട്ടും അത് സമ്പത്ത് വർദ്ധിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടിസ്ഥാന തല വികസനം ഉണ്ടാകും എന്ന് പറയുന്നത്, അതായത് അതും കഴിഞ്ഞ വർഷത്തിൻ്റെ തുടർച്ച തന്നെയാണ്. പക്ഷേ ഈ വർഷം വൻ വികസനം ഉണ്ടായിട്ടുണ്ട്. റോഡുകൾ കുറേ നമ്മൾ പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മറ്റും അനേകം ഉണ്ടായിട്ടുണ്ട്.
പിന്നെ പുതിയ തരം പണ ഇടപാടുകൾ, ക്രിപ്റ്റോ കറൻസി, G20 ഉച്ചകോടിയിലൊക്കെ അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. പുതിയ തരം പണമിടപാടുകൾ അതും സംഭവിക്കാം, അത് ശക്തമാകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ സെക്കൻഡറി അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എനർജി ഉണ്ടല്ലോ, നമുക്കിപ്പോൾ ഹൈഡ്രജൻ വഴി എനർജി, അല്ലെങ്കിൽ സോളാർ എനർജി, ബയോ എനർജി, പിന്നെ ജൈവ ഇന്ധനങ്ങൾ, അതിനൊക്കെ പ്രാധാന്യമേറും. അതിനൊക്കെ ഇതൊക്കെ പറയുന്നത് നിങ്ങൾ ഷെയറിലൊക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ വൻ ഉയർച്ച ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊന്ന് പറഞ്ഞതാണ് ആൾട്ടർനേറ്റീവ് എനർജി ഇവിടെ വർദ്ധിക്കും എന്നുള്ളത്. ബഡ്ജറ്റിൽ തന്നെ 19,100 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഈ ആൾട്ടർനേറ്റീവ് എനർജീൻ്റെ, ഇനി സൗരോർജ്ജമായാലും ഇനി അതല്ല മറ്റ് എണ്ണകളായാലും ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ ആൾക്കാർ വളരെയധികം ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതിനും വലിയ ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ കമ്പനികൾ റീലൊക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കുറേ കമ്പനികളൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്രോൾ ഉൽപ്പന്നങ്ങൾ ജനപ്രിയമാകും. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞത് ഇതാണ്, എന്താ പറയുക, ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് വല്ല സെറ്റപ്പ് ആകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്രാവശ്യം പറയുന്നത് പെട്രോൾ ഉൽപ്പന്നങ്ങൾ ജനപ്രിയമാകും, പെട്രോൾ വാഹനങ്ങളുടെ വിൽപ്പനയും പ്രിയമാകാൻ കൂടുതൽ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പെട്രോൾ വാഹനത്തിന് വൻ ഉയർച്ചയാണ് ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെയും കാര്യം അത് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ചൈന മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. പക്ഷേ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ എല്ലാം പറഞ്ഞത് ശരിയാവാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. പക്ഷേ എനർജി പ്രകാരം അങ്ങനെ ഉണ്ട് എന്നുള്ള സൂചനയാണ് തന്നത്. അപ്പോൾ ചൈന മൂലം വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ഇസ്രായേലിനും പ്രശ്നം, ഇസ്രായേൽ കൊണ്ട് ലോകത്തിനോ അല്ലെങ്കിൽ ഇസ്രായേലിലോ പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും ഇതിലെ എനർജിയിൽ എനിക്ക് അങ്ങനെ പറയണമെന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നു മാത്രം. ഓൾറെഡി നടക്കുന്നുണ്ട്, പക്ഷെ അത് ഒന്നുകൂടിയും പറയുന്നല്ല അതിൽ പറയേണ്ടത്. അത് ഇസ്രായേലിന് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയും കുറച്ച് കൂടുതലുണ്ട്. 2023 മുതൽ യുദ്ധമായിരുന്നു. അപ്പോൾ സാധാരണ നമുക്ക് പറയാം ആ യുദ്ധമൊക്കെ കഴിഞ്ഞ് സമാധാനമാകും എന്നാണ് 2024 പറയേണ്ടത്. പക്ഷെ അത് കൂടും എന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അതിൽ യുദ്ധം വളരെ ശക്തമാകുകയാണ്. അടുത്തുള്ള രാജ്യങ്ങളിലും ഹമാസിനെയൊക്കെ തീർത്തും ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലിൻ്റെ വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റവും യുദ്ധം ഒരുപാട് പേരുടെ മരണത്തിനും ഇടയാകുന്ന കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ട് ഇരുന്നത്. അപ്പോൾ യുദ്ധത്തിന് അവസാനം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് വർദ്ധിക്കാനാണ്, കൂടാനാണ് സാധ്യത എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെയാണ് അത് സംഭവിച്ചത്. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കാനഡ. ഞാൻ എനർജി വെച്ച് നോക്കിയപ്പോൾ കാനഡയിൽ പ്രശ്നം ഉണ്ടാകും എന്നാണ് ഞാൻ കണ്ടത്. കാനഡയ്ക്ക് പ്രശ്നം ഉണ്ടാകാനുള്ള സാധനം, കാനഡ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ കാണാറ് പൊതുവെ. പക്ഷെ കാനഡയിലും പ്രശ്നങ്ങൾ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രശ്നം അതുവരെ ഉണ്ടായിരുന്നില്ല കാനഡയെ കുറിച്ചിട്ട്. അപ്പോൾ കാനഡ, ജസ്റ്റിൻ ട്രൂഡോ അറിയാലോ, നമുക്ക് സിഖുകാരനെ കൊന്നത് ഇന്ത്യക്കാരാണെന്ന് പറയുകയും ഇന്ത്യക്ക് എതിരെ ആരോപണം ഉന്നയിക്കുകയും അതിപ്പോൾ അവരുടെ ജസ്റ്റിൻ ട്രൂഡോ ഇപ്പം ഔട്ടാവാനുള്ള സാധ്യതയിലാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അവിടെ ആകെ പ്രശ്നമായിട്ടാണ് ഉള്ളത്. പിന്നെ ഒളിമ്പിക്സിനിടയിൽ പ്രശ്നം ഉണ്ടാകും ഫ്രാൻസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാരീസ് ഒളിമ്പിക്സ് വരാൻ പോകുന്ന വർഷം നടക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഈ ഒളിമ്പിക്സിൽ പ്രശ്നം ഉണ്ടാവുന്ന, അപ്പോൾ എങ്ങനെ പ്രശ്നം എന്നല്ല, പക്ഷെ അവിടെ ആ എനർജി പ്രകാരം അവിടെ അങ്ങനെ സംഭവിക്കുമ്പം അവിടെ പ്രശ്നം ഉണ്ടാകുമെന്നാണ് കാണുന്നത്. അതുകൊണ്ട് പറയുന്നത് മാത്രം. അത് ഒന്നിക്കൽ ഒളിമ്പിക്സിൻ്റെ ഇടയിലായിരിക്കാം, അല്ലെങ്കിൽ ഒളിമ്പിക്സ് നടത്തുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളായിരിക്കാം. അത് അല്ലെങ്കിൽ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ന്യൂമറോളജിയുടെ ഈ വർഷത്തെ എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കാണാനുണ്ട്. അത് തീർച്ചയായിട്ടും അതിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അത് നമ്മളെ ഇന്ത്യയിലൊക്കെ അധികം ന്യൂസിൽ കണ്ടില്ല എങ്കിലും അവിടെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഉദ്ഘാടന ചടങ്ങിന് മത അധികാരികളുടെയും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെയും മുന്നിൽ വെച്ച് ദൈവനിന്ദ ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ലിയോനാർഡോ ഡാവിഞ്ചിയുടെ ദി ലാസ്റ്റ് സപ്പർ എന്ന ലോക പ്രശസ്തമായിട്ടുള്ള ചിത്രം അത് അവര് പരിഹാസ്യമായിട്ട് പ്രദർശിപ്പിച്ചു. അത് ശരിക്കും ദൈവവിശ്വാസികളുടെ ഇടയിൽ വളരെയധികം പ്രശ്നമുണ്ടാക്കിയ ഒരു കാര്യമാണ്. പിന്നെ രാഷ്ട്രീയ പശ്ചാത്തലം, ഉക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഹമാസ് യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് ഗെയിമിൽ അവർ വന്നു. യുദ്ധം നടക്കുമ്പോൾ ഇസ്രായേൽ ഗെയിമുകളിൽ പങ്കെടുത്തു. കുറേ ആൾക്കാർ അതിനെ അവോയ്ഡ് ചെയ്തു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഫ്രാൻസിലും പ്രശ്നം ഉണ്ടാകുക തന്നെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സംഭവ ബഹുലമായിട്ടുള്ള വർഷം കഴിഞ്ഞു. സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ല, ആ വർഷം കഴിഞ്ഞു. പുതിയ വർഷത്തിൻ്റെ ആരംഭമാണ് 2025. 2+0+2+5, അതായത്
9 വരും. അതായത് 9ൻ്റെ എനർജി, അതായത് ചൊവ്വ മാർസിൻ്റെ എനർജിയാണ്, ചുവപ്പിൻ്റെ എനർജിയാണ്. അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു എനർജിയാണ് എന്ന് ആദ്യം തന്നെ നമുക്ക് പറയേണ്ടി വരും. ന്യൂക്ലിയർ ശക്തി പോലെ അങ്ങനെ ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു ശക്തിയാണ് ചൊവ്വയുടെ എനർജി. യുദ്ധത്തിൻ്റെ ദേവനായിട്ടൊക്കെ ചൊവ്വേനെ, മാർസിനെ കണക്കുകൂട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെക്കുക. അപ്പോൾ ആ എനർജിയാണ് ഇപ്പോൾ വരുന്നത് എന്ന് പറഞ്ഞു. ശക്തമായിട്ടുള്ള വാശി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേതാക്കന്മാർ ദേഷ്യപ്പെടുന്ന അവസ്ഥ ക്രിയേറ്റ് ആകുന്ന ഒരു വർഷമാണ് 2025. വളരെ ശക്തമായി മുന്നോട്ട് പോകണം, വേഗത്തിൽ മുന്നോട്ട് പോകണം എന്നൊക്കെയായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം. എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു വർഷമാണ്. പിന്നെ വലിയ നേതാക്കൾക്ക് ഈഗോ കൂടി ഉണ്ടെങ്കിൽ ലോകത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പം ഉദാഹരണത്തിന് ട്രംപ് ഈഗോ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്താവും? ലോകത്തിനെ വലിയ നാശങ്ങൾ ഉണ്ടാവും. അതുപോലെ വലിയ വലിയ നേതാക്കളുടെ ഈഗോയിഷ് ചിന്താഗതി കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. മിലിറ്ററി എല്ലാ സ്ഥലത്തും അതിന് വളരെ ശക്തി കൂടിയ സമയമാണ്. ചിലപ്പോൾ മിലിറ്ററി അട്ടിമറിയൊക്കെ പല സ്ഥലത്തും, ഇന്ത്യയിൽ തന്നെ എന്നല്ല, പല സ്ഥലത്തും ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതൽ കാണുന്ന ഒരു വർഷമാണ്. പിന്നെ പലരും ദേശരക്ഷയ്ക്ക് വേണ്ടി പരക്കെ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ നേതാക്കൾ എതിർകക്ഷികൾക്ക് ഇഷ്ടമില്ലാത്ത ശക്തമായ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. NDA ഗവൺമെൻറ് വന്നതിന് ശേഷം അധികം തീവ്രവാദ ആക്രമണമൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഈ വർഷം തീവ്രവാദ ആക്രമണത്തിന് സാധ്യത കാണുന്നുണ്ട്. എനർജി പ്രകാരം അത് ഇനി ഇന്ത്യയിലാകാം, മറ്റു പല സ്ഥലത്തും തീവ്രവാദ ആക്രമണം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഗവൺമെൻറ് വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ വെപ്പൺ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പം അല്ലേ, വെടിക്കോപ്പുകൾക്കൊക്കെ വിൽപ്പനയിലൊക്കെ വലിയ വർധനവ് ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ്. ഇത് മൊത്തം ഒരു എനർജിയുടെ വർഷം എന്ന് പറയാം. ഞാൻ നേരത്തെ കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ തന്നെ ഇതിലും ആൾട്ടർനേറ്റീവ് എനർജീസ് ഒക്കെ, അതിൻ്റെ കച്ചവടമൊക്കെ നന്നായിട്ട് വർദ്ധിക്കും. സൗരോർജ പാനലുകൾ, അതുപോലെ അതിന് പകരമായിരിക്കുന്ന മറ്റ് കാര്യങ്ങൾ, ഇനി ബാറ്ററി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൻ ഉയർച്ചയിലേക്ക് പോകും. അപ്പോൾ അതിലൊക്കെ നിക്ഷേപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിക്ഷേപിക്കാം. അതുപോലെ ചൂടുള്ള വർഷമാകാനാണ് സാധ്യത. ചൂട് വർദ്ധിക്കും എന്നാണ് പറയേണ്ടത്. കാരണം ചൊവ്വയുടെ എനർജി അങ്ങനെയാണ്. ചൂട് വർധനവിന് സാധ്യത ഉണ്ട്. പറ്റിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു വർഷമാണ്. സ്കാമേഴ്സ് ഇഷ്ടം പോലെ വരാനുണ്ട്. ഇപ്പോഴും തന്നെ ഉണ്ട് അല്ലേ, ഓരോരോ സ്ഥലത്തും നമ്മൾ മൊബൈലിൽ തന്നെ വിളിക്കുമ്പോൾ പറയുന്നുണ്ട് ഇതുപോലെ പറ്റിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ പറ്റിക്കപ്പെടാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധയോടെ നിൽക്കണം. അങ്ങനെ ഒരു എനർജിയും കൂടി അടുത്ത വർഷത്തിന് ഉണ്ട്. പിന്നെ ജിമ്മിൻ്റെ വർഷം, ആൾക്കാരൊക്കെ ബോഡി ബിൽഡറും വർക്കൗട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ കരുതിയിരിക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള വർഷമാണ്. അതിനുള്ള സാധ്യത ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ പ്രാവശ്യം മടിയൊക്കെ പോയിട്ട് എല്ലാവരും ആക്റ്റീവ് ആകും എന്നുള്ളതാണ് പറയേണ്ടത്. അതുപോലെ മാർഷൽ ആർട്സ്, ബോഡി അടക്കം ആക്റ്റീവ് ആകുന്നുള്ള എല്ലാം ആക്റ്റീവാണ്. മാർഷൽ ആർട്സ് ആവാം, യോഗയാകാം. ഹഠയോഗയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. മറ്റേ മെഡിറ്റേഷനും ഒരു യോഗയാണ്, അത് രാജയോഗയാണ്. മറ്റേത് ഹഠയോഗ, ശരീരം അടക്കം ആക്റ്റീവ് ആവുന്നു. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആവും. ജിമ്മ്, മാർഷൽ ആർട്സ്, അഡ്വഞ്ചേഴ്സ് ട്രിപ്പുകളൊക്കെ, അഡ്വഞ്ചേഴ്സ് സ്പോർട്സും ഒക്കെ വളരെയധികം ആക്റ്റീവ് ആകും. അത് ഒരു സൈഡാണ് ഇതിൻ്റെ. അതുപോലെ ചാരിറ്റി പ്രവർത്തനം, ഇതൊരു മറ്റൊരു സൈഡാണ് ഈ ചൊവ്വയുടെ എനർജിയുടെ. അപ്പോൾ ചാരിറ്റി പ്രവർത്തനത്തിനും നല്ല ഉയർച്ചയുണ്ടാകും. ആൾക്കാരെ സഹായിക്കാനും ദയൊക്കെയുള്ള സംഭവങ്ങൾ വരും. ഈ എനർജികൾ സൃഷ്ടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ പ്രോപ്പർട്ടി വാങ്ങാൻ ഒരു പറ്റിയ വർഷമാണ് അടുത്തത്. പ്രോപ്പർട്ടിയുടെ ഒരു വർഷം കൂടി ആണ്. പിന്നെ നമ്മുടെ ISRO ആയാലും NASA ആയാലും ഒക്കെ റോക്കറ്റുകളൊക്കെ ഒരുപാട് വിക്ഷേപിക്കാനുള്ള ഒരു സാധ്യത ഈ എനർജിയിൽ ഉണ്ട്. പിന്നെ മെഡിക്കൽ രംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകും. സർജൻസ് അവർ ബിസി ആയിരിക്കുന്ന വർഷമാണ്. അതായത് വെട്ടി കീറുന്ന പരിപാടി, രക്തവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനൊക്കെ എനർജി കൂടിയ വർഷമാണ് അടുത്തത്. അപ്പോൾ സർജൻ, ആ രംഗത്തുള്ള ആൾക്കാർ, ശരീരം വെട്ടുക, ബ്ലഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ആയിട്ട് ആ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് കൂടുതലുള്ള ഒരു വർഷമാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം സ്വർണം വില കൂടും, സ്വർണത്തിൻ്റെ ഗ്രാഫൊക്കെ ഞാൻ കാണിച്ചു. ഈ വർഷം പറയാനുള്ളത് സിൽവറിലാണ്. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സിൽവറിൽ നിക്ഷേപിക്കാം, ഒപ്പം ഇരുമ്പിൽ നിക്ഷേപിക്കാം, അയണിൽ നിക്ഷേപിക്കാം. അതിനൊക്കെ ഉയരുന്ന ഒരു കാര്യമാണ്. അതുപോലെ കൺസ്ട്രക്ഷൻ കൂടും. അപ്പോൾ സിമൻറ്റ് വിൽപ്പന, അങ്ങനെയുള്ള കാര്യങ്ങളും
കൂടാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു വർഷമാണ്. പെട്രോളിയം കാര്യങ്ങൾക്കൊക്കെ പുറകോട്ടാണ് കാണുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ഭാരതം, ഇന്ത്യ എന്നുള്ള എനർജിയിൽ ഇപ്പം പൊതുവെ ഭാരതം എന്നുകൂടി NDA സർക്കാർ കൂടുതൽ സ്ഥലത്ത് ഉപയോഗിക്കുന്നത് കാണുന്നുണ്ട്. ഭാരതം എന്ന് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു സാധ്യത ഈ വർഷവും വെച്ചിട്ട് നോക്കുമ്പോഴുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം കാണാനുള്ളത്, ചൈനയുമായി കൂടുതൽ സൗഹൃദത്തിൽ ആകാനുള്ള സാധ്യത. പണ്ട് പറയാറിയാണല്ലോ, ഇന്ത്യയും ചൈനയും ഭായി ഭായി. അതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഭാരതവും ചൈനയും സുഹൃത്തുക്കളായിട്ട് മാറാനുള്ള ഒരു അവസാന്തരം കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളാണ് 2024 കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഓരോരാളുടെയും പേഴ്സണൽ ഇയറിനെ കുറിച്ചിട്ട് നോക്കാം. ഓരോരാൾക്കും എങ്ങനെയാണ് ഈ വർഷം അനുഭവപ്പെടുന്നത് എന്നത്. അപ്പോൾ ആദ്യം തന്നെ പേഴ്സണൽ ഇയർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നാം പറയാം. അതായത് ഒരാളുടെ ജനിച്ച ഡേറ്റ് പ്ലസ് മന്ത് പിന്നെ 2025 ഈ 3 നമ്പറും കൂട്ടുക. അതായത് ഒരാൾ 8-ാം തീയതി ജനിച്ചു, 6-ാം മാസമാണ്. അപ്പോൾ 8 + 6 14, 14 + 2025 പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ്. ആദ്യം പറഞ്ഞായിരുന്നല്ലോ 9 ആണ് അതിൻ്റെ ടോട്ടൽ വരുന്നത്. 9 5 14 വരും. 14 പറഞ്ഞു കഴിഞ്ഞാൽ 1 + 4 5. അപ്പോൾ അതാണ് എനർജി വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒരാളുടെ പേഴ്സണൽ ഇയർ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഈ പേഴ്സണൽ ഇയർ കണ്ടതിന് ശേഷം നിങ്ങളുടെ പേഴ്സണാലിറ്റി നമ്പറുമായിട്ട് ഒന്ന് നോക്കുക. അത് പറയും പേഴ്സണാലിറ്റി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 1 പേഴ്സണാലിറ്റി നമ്പർ ഏതൊക്കെയാണ്? 1-ാം തീയതി ജനിച്ചവർ, 10-ാം തീയതി ജനിച്ചവർ, 19-ാം തീയതി ജനിച്ചവർ, 28-ാം തീയതി ജനിച്ചവർ. എങ്ങനെയാണ് 28-ാം തീയതി ജനിച്ചവർ 1 ആകുന്നത്? 2 + 8 10. 10 പറഞ്ഞു കഴിഞ്ഞാൽ 1 + 0 1. ഇനി മറ്റൊരു പേഴ്സണാലിറ്റി നമ്പർ 14-ാം തീയതി ജനിച്ചവരുടെ പേഴ്സണാലിറ്റി നമ്പർ എന്താണ്? 1 + 4 5. 5 ആണ് അവരുടെ പേഴ്സണാലിറ്റി നമ്പർ. അപ്പോൾ ആദ്യം പേഴ്സണൽ ഇയർ കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ വീഡിയോയുടെ പേഴ്സണൽ ഇയർ എന്ന ഭാഗം നിന്ന് നിങ്ങളുടെ പേഴ്സണാലിറ്റി നമ്പർ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ ഈ വർഷം എന്ന് ചുരുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഭാഗം ഒന്നും കൂടി കണ്ടു നോക്കുക. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുക്കാം എങ്ങനെയാണ് അത് നോക്കുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ പേഴ്സണൽ ഇയർ 1 ആയവർക്ക് വരുന്ന പൊതുവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. സൂര്യൻ്റെ എനർജിയാണ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നിങ്ങൾക്ക് അറിയുന്ന വിചാരിക്കുന്നത്. അപ്പോൾ സൂര്യൻ്റെ എനർജി പുതിയ കാര്യങ്ങളെ അട്രാക്റ്റ് ആവും. നിങ്ങൾ പുതിയ കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള വർഷമാണ് ഈ വർഷം. ബിസിനസ്, പുതിയ ബന്ധങ്ങൾ, പേരും പ്രശസ്തിയും വർദ്ധിക്കും. ബിസിനസ്സിൽ പുതിയ ചാപ്റ്റർ തുറക്കുന്ന വർഷം. അപ്പോൾ പുതിയതിലേക്ക് ഇറങ്ങാനും നിങ്ങൾ ആഗ്രഹിക്കുന്നതിലേക്ക് ഉയർച്ചയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. പക്ഷേ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലത് ഈ വർഷം. പക്ഷെ അത് ഈ വർഷം മാത്രമാണ് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം നിങ്ങൾക്ക് ആളെ വേണ്ടേ. അപ്പോൾ ഈ വർഷം ഒറ്റയ്ക്ക് മുന്നേറുന്നതിൽ കൂടുതൽ സപ്പോർട്ടീവ് ആണ് എന്നേ സൂചിപ്പിക്കാൻ ഉള്ളൂ. പേഴ്സണാലിറ്റി നമ്പർ അനുസരിച്ചിട്ട് ഇതിൻ്റെ എനർജിയിൽ മാറ്റം വരും. അപ്പോൾ പേഴ്സണൽ ഇയർ 1 നിങ്ങളുടെ പേഴ്സണാലിറ്റി നമ്പർ 1 ആണെങ്കിൽ ഒരു 100% സപ്പോർട്ടീവായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ നടക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. ഇനി പേഴ്സണൽ ഇയർ 1 നിങ്ങളുടെ പേഴ്സണാലിറ്റി നമ്പർ 2 ആണെങ്കിൽ 90% സപ്പോർട്ട് തന്നെയാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. അതുപോലെ പേഴ്സണൽ ഇയർ 1 പേഴ്സണാലിറ്റി നമ്പർ 3 ആണെങ്കിൽ 90% സപ്പോർട്ടീവാണ്. അതുപോലെ പേഴ്സണാലിറ്റി നമ്പർ 4 ആണെങ്കിൽ 50% ഉള്ളൂ. ആവറേജ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. കാരണം ഈ വർഷവും 4ഉം 1ഉം വരുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അതുപോലെ പേഴ്സണാലിറ്റി നമ്പർ 5 ആണ് വരുന്നതെങ്കിലോ 100% സപ്പോർട്ടീവാണ്. പേഴ്സണാലിറ്റി നമ്പർ 6 ആണെങ്കിൽ 80% സപ്പോർട്ടീവാണ്. പേഴ്സണാലിറ്റി നമ്പർ 8 ആണെങ്കിൽ 30% സപ്പോർട്ടീവാണ്. അപ്പോൾ 8 വന്നു കഴിഞ്ഞാൽ കുറച്ച് ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തണം. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ച് പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ പേഴ്സണാലിറ്റി നമ്പർ 9 ആണെങ്കിൽ പേഴ്സണൽ ഇയർ 1ഉം 9ഉം ആണെങ്കിൽ 100% സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വർഷമാണ്. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഉള്ളൊരു പരിഹാരം, സൂര്യ നമസ്കാരം അറിയുമെങ്കിൽ അത് ചെയ്യുക. അതുപോലെ സൂര്യഭഗവാനെ ധ്യാനിക്കുക എന്നുള്ളതാണ് പറയാൻ ഉള്ളത്.
ഇനി പേഴ്സണൽ ഇയർ 2ന്റെ അവസ്ഥ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയേണ്ടത്, കഴിഞ്ഞ വർഷം എന്താണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഏറ്റവും നല്ലത്. ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള ഒരവസരമായിരിക്കും ഇപ്രാവശ്യം കൂടുതലുണ്ടാവുക. പിന്നെ ഇമോഷൻസ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഈഗോ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. പുതിയ സൗഹൃദങ്ങൾ, പഴയ സൗഹൃദങ്ങൾ പുതുക്കുക, ഇതൊക്കെ ഈ വർഷം സംഭവിക്കും. ഫാമിലിയുമായിട്ട് ഒന്നിച്ച് നിൽക്കാനുള്ള സാധ്യത തന്നെയാണ് ഇതിൽ കൂടുതലായിട്ട് പറയേണ്ടത്. നിങ്ങൾ എന്താണോ ഇപ്പോൾ ഉള്ളത് അതിൽ കണ്ടിന്യൂ ചെയ്യുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ പൊതുവെ പേഴ്സണാലിറ്റി നമ്പർ 1 സപ്പോർട്ടീവാണ് വർഷം കൂടുതൽ. അതുപോലെ 2 ഒരു പേഴ്സണാലിറ്റി നമ്പർ 2 90% മാത്രമേ സപ്പോർട്ടുള്ളൂ. പേഴ്സണാലിറ്റി നമ്പർ 3 80% സപ്പോർട്ടീവാണ്. പേഴ്സണാലിറ്റി നമ്പർ 4 20% സപ്പോർട്ടുള്ളൂ. റിലേഷൻഷിപ്പ് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അനാവശ്യ ബഹളങ്ങളോ കലഹങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് പോകേണ്ട ഒരു വർഷമാണ് പേഴ്സണാലിറ്റി നമ്പർ 4. പേഴ്സണാലിറ്റി നമ്പർ 5 90% സപ്പോർട്ടീവാണ്. പേഴ്സണാലിറ്റി നമ്പർ 6 70% സപ്പോർട്ടീവാണ്. പേഴ്സണാലിറ്റി നമ്പർ 7 50% സപ്പോർട്ടീവാണ്. അതുപോലെ പേഴ്സണാലിറ്റി നമ്പർ 8 20% സപ്പോർട്ട് ഉള്ളൂ. സമ്പത്ത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങൾ വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ പേഴ്സണാലിറ്റി നമ്പർ 9 40% മാത്രമേ സപ്പോർട്ടുള്ളൂ. പിന്നെ ഇമോഷനായിട്ട് ഒന്നിൽ എടുത്ത് ചാടി അടിപിടി കോലാഹലങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. ഇവർക്ക് പറയാനുള്ള കാര്യം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, യോഗ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പേഴ്സണൽ ഇയർ 3 കുറേ പഠിക്കുവാനുള്ള അവസരമാണ് നിങ്ങൾക്ക് വന്നു ചേരുക. ഈ വർഷം വ്യക്തികളുടെ ഉപദേശം നൽകുവാനും നിങ്ങൾക്കൊരു മാസ്റ്ററൊക്കെ ആയിട്ട് മാറാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട്. സോഷ്യൽ വർക്കിൻ്റെ ഒരു വർഷം കൂടിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പഴയ സുഹൃത്തിനെയും എന്നെയൊക്കെ കൂടുതൽ നമ്മുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതൽ ഉണ്ട്. ഇതിനു മുന്നിലത്തെ വർഷം, അതായത് പേഴ്സണൽ ഇയർ 2 ആ വർഷത്തിൽ കൂടുതൽ പ്ലാനുകളൊക്കെ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള പ്ലാനുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല വർഷവും കൂടി ആണ്. പിന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യും. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനുകൂലമായിട്ടുള്ള വർഷമാണ് പൊതുവെ പേഴ്സണൽ ഇയർ 3 പറയേണ്ടത്. എങ്കിലും പേഴ്സണാലിറ്റി നമ്പർ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാകും. പിന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒരുപാട് നല്ലത് കേൾക്കാനുള്ള അവസരവും ഈ സമയത്ത് ഉണ്ടാകും. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 1 90% സപ്പോർട്ടീവാണ്. പേഴ്സണാലിറ്റി നമ്പർ 2 90%. പേഴ്സണാലിറ്റി നമ്പർ 3 നല്ല 95% സപ്പോർട്ടീവാണ്. പേഴ്സണാലിറ്റി നമ്പർ 4 സപ്പോർട്ടീവാണ്. 5 80% സപ്പോർട്ടീവാണ്. പേഴ്സണാലിറ്റി നമ്പർ 4 80%. പേഴ്സണാലിറ്റി നമ്പർ 5 80%. പേഴ്സണാലിറ്റി നമ്പർ 6 20% സപ്പോർട്ടുള്ളൂ. അപ്പോൾ 6 പേഴ്സണാലിറ്റി വരുന്നവർ കുറച്ച് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. പേഴ്സണാലിറ്റി നമ്പർ 7 പകുതി സപ്പോർട്ട്, 50% സപ്പോർട്ടുള്ളൂ. പേഴ്സണാലിറ്റി നമ്പർ 8 90% സപ്പോർട്ടീവാണ്. പേഴ്സണാലിറ്റി നമ്പർ 9 90% സപ്പോർട്ടീവാണ്. അപ്പോൾ സൂപ്പർ നാച്ചുറൽ പവറിനെ ധ്യാനിക്കുക. ഏത് മതത്തിലാണെങ്കിലും സർവശക്തനായിട്ടുള്ള ആ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അടുത്തത് പേഴ്സണൽ ഇയർ 4 വന്നു കഴിഞ്ഞാൽ ഈ വർഷം നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഏതെങ്കിലും ഒരു കാര്യത്തിന് ശക്തമായി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതിൽ വിജയിക്കും. ഫോക്കസ് ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ പ്രശ്നമാവും. അത് എല്ലാം സെപ്പറേറ്റ് ആയി പോകും. ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. പിന്നെ ഇത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റ് എനർജി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഗേൾ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്നത് നിങ്ങൾ അവിടെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത്. വിജയത്തിന് വേണ്ടിയിട്ട് എങ്കിൽ വിജയിക്കുമെന്ന് തന്നെയാണ് പറയേണ്ടത്. ഇതിൽ വ്യത്യസ്തമായിട്ട് പേഴ്സണാലിറ്റി നമ്പർ 4 ഉള്ളവർക്ക് അവർ നേടിയെടുക്കാനുള്ള ക്ഷമ ഓൾറെഡി അവർക്ക് ഉണ്ടാവും. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. എല്ലാം സത്യസന്ധമാണ്. രാഹുവിൻ്റെ എനർജിയാണ്. അപ്പോൾ സത്യസന്ധമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. വിജയം നിങ്ങൾക്ക് നിശ്ചിതമായിട്ടുണ്ടാവും. എന്നാലും നിങ്ങളുടെ പേഴ്സണാലിറ്റി വെച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. പേഴ്സണാലിറ്റി നമ്പർ 1 60% സപ്പോർട്ടീവാണ്. പേഴ്സണാലിറ്റി നമ്പർ 2 വളരെയധികം ശ്രദ്ധിക്കണം. ചതിവ് മറ്റുള്ളവരെ നിന്ന് പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ചതിവ് നിങ്ങൾ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ 2 ശ്രദ്ധിക്കണം. പേഴ്സണാലിറ്റി നമ്പർ 2 കുറച്ച് ശ്രദ്ധിക്കുക. പേഴ്സണാലിറ്റി നമ്പർ 3 70% സപ്പോർട്ടീവാണ്. 4 100% സപ്പോർട്ടീവാണ്. 5 90%, 6 90%, 7 100%. പേഴ്സണാലിറ്റി നമ്പർ 8 80%. പേഴ്സണാലിറ്റി നമ്പർ 9 40% സപ്പോർട്ടുള്ളൂ. റിലേഷൻഷിപ്പ് പ്രോബ്ലം ശ്രദ്ധിക്കണം. ഒപ്പം അടിപിടി കോലാഹലങ്ങളൊന്നും പെടാതെ
ശ്രദ്ധിച്ചിട്ട് ദേഷ്യമൊന്നും വരാതെ പോകണം. ഇവരോട് പറയാനുള്ളത് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, അപ്പോഴാണ് ഫോക്കസിങ് പവർ നമുക്ക് കൂടുക. ഇനി അടുത്തത് പേഴ്സണൽ ഇയർ 5 ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നല്ല വർഷമാണ്. സാമ്പത്തികപരമായി ഗുണം ചെയ്യും, എങ്കിലും കുറച്ച് പേർക്ക് ദോഷമുണ്ട്, അത് ഞാൻ പറയാം. വിവാഹം, കുട്ടി, പ്രണയം, ഇതിനെല്ലാം സപ്പോർട്ടുണ്ട്. പിന്നെ സ്പോർട്സിൽ ഗുണം ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ എല്ലാറ്റിനും അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ്. എന്നിരുന്നാലും എടുത്തുചാട്ടം അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സമയം നമുക്ക് അനുകൂലമാകുന്നവരെ പലപ്പോഴും വെയിറ്റ് ചെയ്യണം, അനുക്ഷമ കാണിക്കുക. പേഴ്സണാലിറ്റി നമ്പർ 1 100% സപ്പോർട്ടീവാണ്. പേഴ്സണാലിറ്റി നമ്പർ 2 കുറച്ച് ശ്രദ്ധിക്കണം, അതിവർക്ക് കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യത കൂടുതലുള്ള വർഷമാണ്. പേഴ്സണാലിറ്റി നമ്പർ 3 80%, പേഴ്സണാലിറ്റി നമ്പർ 4 70%, പേഴ്സണാലിറ്റി നമ്പർ 5 100%, പേഴ്സണാലിറ്റി നമ്പർ 6 100% സപ്പോർട്ടീവാണ്. ഇതൊക്കെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി പേഴ്സണാലിറ്റി നമ്പർ 7 കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു നമ്പറാണ്. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 8 80% സപ്പോർട്ടീവാണ്. പേഴ്സണാലിറ്റി നമ്പർ 9 സപ്പോർട്ടീവാണ്. റിലേഷൻഷിപ്പ് അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. മെഡിറ്റേഷൻ കൊണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക എന്നാണ് പറയേണ്ടത്. പേഴ്സണൽ ഇയർ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബന്ധങ്ങൾ, കുടുംബാംഗങ്ങൾ വർദ്ധിക്കുമെന്നാണ് പറയാനുള്ളത്. പുതിയ അഫെയർ ഉണ്ടാകാം, പ്രണയം ഉണ്ടാവാം, വിവാഹം ഉണ്ടാവാം, കുട്ടി ഉണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലേക്കൊക്കെ വർധനവുണ്ടാവും കുടുംബാംഗങ്ങൾ. നല്ല കാര്യമല്ലേ? അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ചേട്ടനായിരിക്കും കല്യാണം കഴിക്കുക, ചിലപ്പോൾ നിങ്ങളുടെ ചേച്ചിയായിരിക്കും കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയിൽ അവിടെ ഒരു പ്രസവം നടക്കുന്നു. അങ്ങനെ കുടുംബാംഗങ്ങൾ വർദ്ധിക്കും. പുതിയ വീട് വാങ്ങാനുള്ള സാധ്യത, ഉള്ള വീട് പുതുക്കാനുള്ള സാധ്യത, ആഗ്രഹിക്കുന്ന സാധനങ്ങൾ വാങ്ങുവാനുള്ള ഒരു അവസരം വന്നു ചേരുക. പിന്നെ ഫൈനാൻഷ്യൽ രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഉയർച്ച, ലക്ഷറി ഐറ്റം വിൽക്കുന്നവർക്ക് ഗുണമുണ്ടാവും. ലക്ഷറി ഐറ്റം മീൻസ് നമുക്ക് അത്യാവശ്യമുള്ളതല്ല, നമ്മുടെ ജീവിതത്തിന് ഒന്നും കൂടി പ്രോഗ്രസ് ചെയ്യാനുള്ള കാര്യങ്ങളുടെ വിൽപ്പനകൾക്കൊക്കെ ഉയർച്ചയാണ് ഉണ്ടാവുക. വലിയ ലാഭം പ്രതീക്ഷിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വയറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അസുഖം വരാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ വേണം. പേഴ്സണാലിറ്റി നമ്പർ 1 ആണെങ്കിൽ 90% സപ്പോർട്ടീവാണ്. 2 ആണെങ്കിൽ 70% സപ്പോർട്ടീവാണ്. 3 ആണെങ്കിൽ 20% ഉള്ളൂ, ശ്രദ്ധിക്കുക. 4 ആണെങ്കിൽ 3 ഈ റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കണം കേട്ടോ. പേഴ്സണാലിറ്റി നമ്പർ 3. പേഴ്സണാലിറ്റി നമ്പർ 4 80%, 5 100%, 6 100%, 7 100%, 8 70% സപ്പോർട്ടീവാണ്, 9 90% സപ്പോർട്ടീവാണ്. അപ്പോൾ ഈ എനർജീനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ശുഭ്രവസ്ത്രം മീൻസ് ബ്രൈറ്റ് വെള്ള. പേഴ്സണൽ ഇയർ 7, നിങ്ങളുടെ പേഴ്സണൽ ഇയർ 7 ആണെങ്കിൽ കൺഫ്യൂഷൻ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ ക്യൂരിയോസിറ്റി വർദ്ധിക്കും. സ്പിരിച്വലായിട്ടുള്ള ആകർഷണം നിങ്ങൾക്ക് കൂടുതലുണ്ടാവും. തീർത്ഥാടനം പ്രതീക്ഷിക്കാം. ഇൻഡ്യൂഷൻ, മറ്റ് ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ മനസ്സിൽ വന്ന് കൂടുതൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. കട്ടികൂടിയ ഒരു വർഷമായിട്ട് ഫീൽ ചെയ്യും. അതിലെല്ലാവർക്കും അങ്ങനെയല്ല, കുറച്ച് പേർക്ക് പേഴ്സണാലിറ്റി അനുസരിച്ചൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ സ്വയം കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ കൂടുതൽ സപ്പോർട്ടീവ് ആകും എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്നിരുന്നാലും പേഴ്സണാലിറ്റി നമ്പർ 1 സപ്പോർട്ടീവാണ്. 2 90% സപ്പോർട്ടീവാണ്. 2 70%, 3 90%, 4 100% സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. പക്ഷേ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പോകുമെങ്കിലും സപ്പോർട്ടീവ് ആണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. പേഴ്സണാലിറ്റി നമ്പർ 5 65%, 6 90%, 7 40% ഉള്ളൂ. അവർ കുറച്ച് ശ്രദ്ധിക്കുക. പേഴ്സണാലിറ്റി നമ്പർ 8 50% മാത്രമേ സപ്പോർട്ടീവ് ഉള്ളൂ. അവരും നല്ല പ്രാർത്ഥനയോട് കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ 50% നല്ലതാണ്. അപ്പോൾ പ്രാർത്ഥനയോട് കൂടി പോകുമ്പോൾ ഉയരങ്ങളിലേക്ക് പോകാം. അതുപോലെ പേഴ്സണാലിറ്റി നമ്പർ 9 ആണെങ്കിൽ 80% സപ്പോർട്ടീവാണ്. അപ്പോൾ അതൊക്കെ നല്ലതാണ്. ഇനി പേഴ്സണൽ ഇയർ 8 അവസ്ഥ നോക്കാം. സമ്പത്ത് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു വർഷമാണ്. അത് ആദ്യം തന്നെ പറയാം. നിങ്ങളുടെ പേഴ്സണൽ ഇയർ 8 ആണെങ്കിൽ സമ്പത്തിനെ അട്രാക്റ്റ് ആവും. ബിസിനസ് ആണെങ്കിൽ ലൊക്കേഷൻ മാറാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ഹാർഡ് വർക്ക് ചെയ്യുവാൻ പ്രേരിപ്പിക്കും. അതിനനുസരിച്ചുള്ള ഉയർച്ച ഉണ്ടാകും. മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ, എല്ലാവർക്കും മാറ്റങ്ങൾ മാറ്റം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു ധൈര്യമൊക്കെ വേണം. അങ്ങനെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു വർഷമാണ്. പേഴ്സണാലിറ്റി നമ്പർ 1 ആണെങ്കിൽ 60% സപ്പോർട്ടീവാണ്. കാരണം ആരോഗ്യമാണ് അവർക്ക് ശ്രദ്ധിക്കേണ്ടതിൽ. പേഴ്സണാലിറ്റി നമ്പർ 2 ആണെങ്കിൽ 10% സപ്പോർട്ടുള്ളൂ. കുറച്ച് സ്ട്രഗ്ലിംഗ് ആണ്. ഇമോഷൻ റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കണം. ഇമോഷൻ വെച്ചിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. പേഴ്സണാലിറ്റി നമ്പർ 3 ആണെങ്കിൽ 70% സപ്പോർട്ടീവാണ്. 4 100% സപ്പോർട്ടീവാണ്.
പേഴ്സണാലിറ്റി നമ്പർ 5 ആണെങ്കിൽ 85%, 6-ന് 85%, 7-ന് 70%, 8-ന് 100% സപ്പോർട്ടീവ്, 9-ന് 60% മാത്രമേ സപ്പോർട്ടുള്ളൂ. പിന്നെ ഇതിൽ പറയാനുള്ളത് 8 പേഴ്സണൽ ഇയറിലുള്ളവർ ദാനധർമ്മങ്ങൾ ചെയ്യുക, ദാനം നൽകുക. നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സാധനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നൽകുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗുണങ്ങൾ സംഭവിക്കും. അതെല്ലാവർക്കും ബാധകം തന്നെയാണ്. പേഴ്സണൽ ഇയർ 9 ആണെങ്കിൽ കർമ്മവുമായിട്ട് നിങ്ങൾക്ക് ശക്തമായി മുന്നോട്ട് പോകാം, വേഗതയിൽ മുന്നോട്ട് പോകാം. പിന്നെ ദേഷ്യം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. രക്തസംബന്ധമായ കാര്യങ്ങളും ശ്രദ്ധിക്കണം. നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ടിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫിറ്റ്നസ് അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു ശക്തിയേറിയ വർഷമാണ്. അപ്പോൾ അത് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യണം. ഇല്ലെങ്കിൽ ശക്തി നമ്മൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പോൾ ദേഷ്യം, എടുത്തുചാട്ടം ഇതൊക്കെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. അതേസമയം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അനുകൂലമായിട്ടുള്ള ഒരു വർഷവുമാണ്. ഇപ്പോൾ പിന്നെ ഹൈന്ദവ വിശ്വാസികളാണെങ്കിൽ ശ്രീ ഹനുമാൻ സ്വാമിയെ നന്നായിട്ട് ധ്യാനിക്കുക. ഓക്കെ, അതാണ് പറയാനുള്ളത്. പേഴ്സണാലിറ്റി നമ്പർ 1 ആണെങ്കിൽ 100% സപ്പോർട്ടീവാണ്. പേഴ്സണാലിറ്റി നമ്പർ 2 ആണെങ്കിൽ 40% സപ്പോർട്ട്. അപ്പോൾ അവർ റിലേഷൻഷിപ്പൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത് കുറേ പ്രാവശ്യം ആയി അല്ലേ പറയുന്നത് റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കണം. കാരണം 9 ആണ് അവർക്ക്. അപ്പോൾ അത് നല്ല പ്രാർത്ഥനയോടുകൂടി തന്നെ ചെയ്യുക. പിന്നെ കൺസൾട്ടേഷനൊക്കെ വേണ്ടവർ എന്നെ ബന്ധപ്പെടാവുന്നതാണ്, നമുക്ക് ചെയ്യാവുന്നതാണ് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പേഴ്സണാലിറ്റി നമ്പർ 3 80% സപ്പോർട്ടീവാണ്. പേഴ്സണാലിറ്റി നമ്പർ 4 30%മേ ഉള്ളൂ. അവർ നന്നായി ശ്രദ്ധിക്കണം. നിയമ നടപടികളൊക്കെ നേരിടേണ്ട കേസ് കാര്യങ്ങളിലൊക്കെ ചെന്ന് പെടാതിരിക്കാൻ നോക്കണം. അതുപോലെ ദേഷ്യം വന്ന് അടിപിടി കോലാഹലങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അതുപോലെ പേഴ്സണാലിറ്റി നമ്പർ 5 80% സപ്പോർട്ടീവാണ്. 6-ന് 70%, 7-ന് 40%മേ ഉള്ളൂ. പേഴ്സണാലിറ്റി നമ്പർ 8-ന് 50% സപ്പോർട്ടീവ് ഉള്ളൂ. പേഴ്സണാലിറ്റി നമ്പർ 9-ന് 60%മേ സപ്പോർട്ടീവ് ഉള്ളൂ. ഈ എനർജിയൊക്കെ ദേഷ്യം വരുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കുക, അതൊരു നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. ദേഷ്യം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക, മെഡിറ്റേഷനിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മികച്ച രീതിയിൽ പോവുക. തീർച്ചയായിട്ടും എല്ലാവർക്കും അല്ലേ വേരിയേഷൻസ് ഉണ്ടാകും. എന്നിരുന്നാലും നമ്മളുടെ ലക്ഷ്യം, എല്ലാവരും നല്ല ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാം. ലക്ഷ്യത്തിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. മനോഹരമായിട്ടുള്ള ഒരു വർഷം അനുഗ്രഹിക്കട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ന്യൂമറോളജി ക്ലാസ്സുകളിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് ചേരാം. വിശദമായ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള സബ്ജക്റ്റിൽ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ടിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ മുമ്പ് ചെയ്ത വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ കയറി ന്യൂമറോളജിയിൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറ്റ് സോഷ്യൽ മീഡിയാസിലാണ് നിങ്ങൾ സാധാരണ കാണുന്നതെങ്കിൽ അവിടെ പോയിട്ട് നമ്മുടെ പേരൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ചെയ്യുന്ന TV പ്രോഗ്രാം ന്യൂമറോളജിയെ കുറിച്ചിട്ടുള്ള ഫോണിൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അത് കാണാൻ കേരള വിഷൻ എല്ലാ ബുധനാഴ്ചയും രാത്രി 8:30 മുതൽ 9:30 വരെ പ്രോഗ്രാമുണ്ട്. അതിൻ്റെ പുനഃപ്രക്ഷേപണവും ഉണ്ട്. അപ്പോൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ ഇത് നിങ്ങളെ സ്വന്തം സുനീഷ് തമ്പാൻ സൈനിങ് ഓഫ്.